അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ, നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് തൊട്ട് ഒരു വാർത്ത വരുന്നുണ്ട്, വല്ലാത്തൊരു വാർത്ത, മനസ്സിൽ അത്രയ്ക്ക് ഞെട്ടലുണ്ടാക്കുന്നൊരു വാർത്ത. അത് നമ്മളെ ന്യൂസ് 8 ചാനലിലാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 മുതലുള്ളതാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ കന്നഡയിലെ, കന്നഡയാണ് സ്ഥലം, പക്ഷേ അതിൽ ദക്ഷിണ കന്നഡയിലെ ഒരു ക്ഷേത്രം, എന്താണിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു ക്ഷേത്രം 2015 മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ ക്ഷേത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു ശുചീകരണ തൊഴിലാളി ആ ഭാഗത്തുള്ളത്, അതേമാതിരി ഒരു നേത്രാവതി പുഴ, അവിടെ ഒരു പുഴയുണ്ട്. അപ്പോൾ ഈ പുഴയിൽ ഈ മനുഷ്യൻ പറയുന്നത് 194 എന്നത്ര പറയുന്നത്, പക്ഷെ അതിലേറെ പെൺകുട്ടികളെ, യുവതികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തും അല്ലാത്ത വിധത്തിലും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയായ ആൾ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് അതില്ല, നുണയാണെന്ന് പറയും എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് കുഴിച്ചു മൂടിയ ഒരു തലയോട്ടിയും ഈ മനുഷ്യൻ അവിടെ ആക്ഷൻ കമ്മിറ്റിയുടെ മുഖേന എടുത്ത് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. വക്കീലിൻ്റെ അടുത്തും എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ ഏത് സമയത്തും കൊല്ലപ്പെടാമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഈ ക്ഷേത്ര ഭരണസമിതിയായ ഒരു MLAയോ MP യോ എന്തൊക്കെയാണ് പറയണത്. അവരാണതിൻ്റെ രാജഭരണം എന്ന് പറയാം. രാജഭരണമല്ല, കാരണം ആ കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 2001 മുതൽ ബാക്കിയുള്ള കാലയളവിൽ മിസ്സിങ്ങും സ്വാഭാവിക മരണം അങ്ങനെയൊക്കെയായി അന്വേഷിക്കുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുണ്ട്. അതിനെ എതിർക്കുന്ന പുരുഷന്മാരെ അവർ കൊന്നുകളയും. അങ്ങനെയുള്ളത് 453 സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ഇന്ത്യയിൽ നടക്കുന്ന കന്നഡ എന്ന് പറഞ്ഞ കർണാടകത്തിലായിരിക്കാമെന്ന് വിചാരിക്കണേ, ദക്ഷിണ കന്നഡ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല. രാഷ്ട്രീയക്കാർ ഉണ്ടായിട്ടും ഇല്ലാത്ത മാതിരി എല്ലാ ഭരണകക്ഷികളും അവിടെ ഉണ്ടാവുമല്ലോ. നമ്മളെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, BJP ഉണ്ടാവും, സ്വതന്ത്രരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യന്മാർക്കെല്ലാം തടയിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൂരത ആ നാട്ടിൽ നടക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം ശക്തരാകണം അവർ. അതാണ് ന്യൂസ് 8യുടെ ഒരു റിപ്പോർട്ടർ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആക്ഷൻ കൗൺസിലെ അംഗങ്ങൾ പറയുന്നതെന്ന് പറയുന്നത്, നിങ്ങളിവിടെ നിൽക്കണ്ട, രാത്രിയാകുമ്പോൾ ഇവിടുന്ന് പോകണം, നിങ്ങൾക്ക് സുരക്ഷ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞെന്ന്. ഇതിലൊരു മനുഷ്യൻ വന്ന് ഒരു ഫോൺ വിളിച്ച്, ന്യൂസ് 8 ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ സഹോദരനെ 1984 കയ്യും 2 കാലും കെട്ടിയ നിലയിൽ പുഴയിൽ നിന്ന് മിസ്സായതിനു ശേഷം 53 ദിവസങ്ങൾക്ക് ശേഷം കിട്ടുമ്പോൾ ആ മൃതശരീരം കയ്യും കാലും കെട്ടിയ നിലയിലായിരുന്നു. പക്ഷേ അത് ആത്മഹത്യയായിട്ടാണ് പോലീസ് FIR ചെയ്തതെന്ന്. അതേമാതിരി 2 കയ്യും കാലും വെട്ടിക്കളഞ്ഞൊരു മൃതദേഹം കിട്ടിയിട്ട് ആത്മഹത്യയായിട്ടാണ് FIR എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ നാട്ടിലുള്ളൊരു ക്രൂരത. അപ്പോൾ ഇതേമാതിരി തന്നെ അപ്പോൾ ഇന്നും അവിടേക്ക് ഇപ്പോഴും സ്വതന്ത്രം ലഭിക്കാത്തൊരു നാടാണെന്ന് പറയണം. ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ 2015 വന്നെന്ന് പറയണം. 2015 പോലീസ് സ്റ്റേഷൻ വന്നെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് ഇപ്പോൾ അടുത്ത കാലത്തെന്ന് പറയണ മാതിരി. നമ്മളെ സംബന്ധിച്ച് 2015 ഒരു ഇത് വന്നെന്ന് പറഞ്ഞാൽ ഈ 2015 ഇതെപ്പോഴല്ലേ കഴിഞ്ഞു പോയത്. അപ്പോൾ ഇതുവരെ അവിടെ അത്രയ്ക്കും ക്രൂരതകൾ, കാരണം ജനങ്ങളൊന്നും എത്താത്ത ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രഭരണം. കാരണം ഞാൻ ഈ ക്ഷേത്രഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെല്ലാ ക്ഷേത്രക്കാരും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. 453 സ്ത്രീകൾ, അതിൽ +1 പഠിക്കണവർ, മറ്റേ നേഴ്സിംഗ് പഠിക്കണവർ, ഡോക്ടർ പഠിപ്പുള്ളവർ, എല്ലാവരും കോളേജ് കുട്ടികൾ. അതായത് പഴയ കാലത്ത് പറയില്ലേ, നമ്മളെ
മാറുമറയ്ക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട് നമ്മളെ പൂർവികരിപ്പോൾ. ആ പ്രസംഗത്തിൽ നമ്മൾ പറയില്ലേ, എന്ത് ശീലഘട്ടലാണെന്ന് പറയുന്നത്, അതൊക്കെ ഒരു കവിത ഉണ്ട്. കാരണം മാറുമറയ്ക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന്. അന്ന് അവർ ഒരാളെ ഒരു പെൺകുട്ടിയെ കണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് അവർക്ക് ആ പെൺകുട്ടിനെ കൊണ്ടുപോയി കൊടുക്കണം. അവർക്ക് കാഴ്ച വെച്ചതിന് ശേഷം മാത്രമേ ആ പെൺകുട്ടിനെ പുറത്ത് വിവാഹം കഴിച്ചു കൊടുക്കാനോ എന്തെങ്കിലും പറ്റുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ അതിനെ കൊണ്ടുപോകും, കൊല്ലും എന്ന് പറഞ്ഞൊരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ അതേ രൂപത്തിലാണ് 2025 ഈ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന സ്ഥലം നടക്കുന്നത്. പുറം ലോകം അറിഞ്ഞിട്ട് വെറും 4-5 ദിവസം. കാരണം വർഷങ്ങളായി അതിന് പ്രവർത്തിക്കുന്ന ജനങ്ങൾ ഡൽഹി വരെ പോയി സമരം ചെയ്തിട്ടും അവർക്കും അതിൽ മുന്നേറാൻ പറ്റാതെ ഒരു പോലീസുകാരുടെ എല്ലാവരുടെയും ഒത്താശയോടുകൂടി നടന്നത് ഇപ്പോൾ എവിടെയോ ഉള്ള ഒരു എന്താണ് ആ സാറിൻ്റെ പേര് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ASP അരുൺകുമാർ സാർ അവിടെ ചാർജ് എടുത്തതിന് ശേഷം, ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ചാർജ് എടുത്തതിന് ശേഷം ഇതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നു എന്ന് പറയണു. അപ്പോൾ എന്തായിരിക്കും ആ ഒരു നാട്ടിൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഈ വയനാട്ടിൽ നിന്ന് ഒരു 5-6 മാസം മുമ്പേണ് ഒരു 2-3 തൊഴിലാളികൾ ആണുങ്ങളാണ് ജോലിക്ക് പോയിട്ട്, അതും 24 ന്യൂസിലാണ് ഞാനത് കണ്ടത്. ഒരു ആദിവാസി കുടുംബങ്ങളിൽ നിന്നാണ് പോയിട്ടുള്ളത്. അവിടെ പോയിട്ട് മഞ്ഞളിൻ്റെയും ഇഞ്ചി കൃഷിയും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ പോയിട്ട് ആ കൃഷിയിടത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. തല്ലിക്കൊന്നിക്കുകയാണ്. അന്വേഷണം, ഞങ്ങൾക്കത് അന്വേഷിച്ച് എന്താണ് പറ്റിയതെന്നുള്ളത് കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞ് നമ്മളെ കേരള സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വയനാട്ടിലുള്ള ഈ ആദിവാസി കുടുംബം. അപ്പോൾ ആ മരിച്ച ആളിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ 24 ന്യൂസിൽ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 4 മരണം ബലാത്സംഗം ചെയ്ത് മരണപ്പെട്ടതാണെന്നല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയ ഒരു ഡോക്ടറെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ കരുത്തും അവരുടെ കഴിവും അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താണ് ഈ നാട്ടിലൊക്കെ നടക്കുന്നത്? ഇപ്പോഴും ഇത് പുറലോകത്തേക്ക് വന്നത് അവിടെയുള്ളൊരു പത്രക്കാരെടുത്തത് ന്യൂസ് ഇട്ടതല്ല, അവിടെയുള്ളൊരു യൂട്യൂബർ, ആ യൂട്യൂബർ സൗജന്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ മരണത്തോടെ അവളെയും ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞതാണ്. അവിടെ ഒരു പുഴയുണ്ട് അവിടെ, നേത്രാവതി പുഴ. ഈ നേത്രാവതി പുഴയിൽ അവളെയും ബലാത്സംഗം ചെയ്ത് ഇവർ തള്ളിയിട്ടുണ്ട്, കൊന്നുകളഞ്ഞ് തള്ളിയിട്ടുണ്ട്. അവിടുന്ന് ഇവളെ മൃതദേഹം കിട്ടിയതിന് ശേഷമാണ് ഈ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുള്ളതും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതും. അവർ ഡൽഹി വരെ പോയി സമരം ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ ആരും അനങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഈ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ വന്നതുകൊണ്ടാണ് ഇത് പുറം ലോകം അറിയണമെന്ന് പറയുന്നു. ഈ 100 മൃതദേഹങ്ങൾ ഞാൻ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേര് ഇനിയും പുറത്തു വന്നിട്ടില്ല. ശുചീകരണ തൊഴിലാളിയാണ് അവിടുത്തെ, ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നെന്ന് പറയുന്നു. പുഴയരികിൽ കൊണ്ടുപോയി നിർബന്ധിപ്പിച്ച് നിന്നെ കൊന്നുകളയും ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് ഇത്രയേറെ മൃതദേഹങ്ങൾ ഇവർ ബലാത്സംഗം ചെയ്ത് കൊന്നതിനെ കുഴിച്ചിടാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്, കാരണം ഇടറി പോണ് നമ്മൾ. പെൺകുട്ടികളെ, യുവതികളെ, എത്രയോ കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ, ഒന്നല്ലെങ്കിൽ മിസ്സിങ് കേസ്, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ സ്വാഭാവിക മരണം, ഇങ്ങനെ എടുത്തുകൊണ്ട്. അപ്പോൾ 1984-85 കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര സ്ത്രീകൾ ആ നാട്ടിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനൊക്കെ ഈ ക്ഷേത്ര ഭരണാധികാരി, അവിടുത്തെ ഒരു MDയോ അല്ല ഒരു MLAയോ MP യോ ഒക്കെ ആണെന്ന് പറയണം. ഇവരുടെ സ്വാധീനത്തിലാണെന്ന് ഈ പറയുന്ന ആൾ പറയുന്നു. ക്ഷേത്ര കമ്മിറ്റി അവരൊരു ഗ്യാങ്, അവിടുത്തെ പൂജാരി അടക്കങ്ങൾ അവരൊരു ഗ്യാങ്, ലോഡ്ജിൽ റൂം എടുത്താൽ ലോഡ്ജിൻ്റെ മുതലാളി ഐറ്റങ്ങളൊരു ഗ്യാങ്, ഓട്ടോറിക്ഷക്കാരൊരു ഗ്യാങ്, അതിൽ കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ അവരൊരു ഗ്യാങ്. ഇവർക്കെല്ലാവർക്കും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലണമെന്നുണ്ടെങ്കിൽ എത്ര സ്ത്രീകളെ, എത്ര പെൺകുട്ടികളെ ഇവർ കൊന്നിട്ടുണ്ടാവും. ഇനിയെങ്കിലും
ഇനിയെങ്കിലും ഒരുപാട് വഴുകിപ്പോയി, ഒരുപാട് വഴുകിപ്പോയി. ഇനിയെങ്കിലും അത് കണ്ടുപിടിക്കണം. കാരണം ഇപ്പോൾ ന്യൂസ് 8 ഇവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി വേറെയുള്ളവരെത്തും. ന്യൂസ് 8കാർ തന്നെ ഈ തലയോട്ടി എടുക്കുന്നത് ഈ മറ്റേ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഇവർ നിന്നിട്ടാണ് അയാൾ പറഞ്ഞോടത്തുനിന്ന് പോലീസിൻ്റെ സാന്നിധ്യം ഒന്നുമില്ലാതെയാണ് ഈ തലയോട്ടി പുറത്തെടുത്തിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ 100 മൃതദേഹം ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് പോയി പറഞ്ഞാൽ സമ്മതിക്കില്ല. അതിനൊരു തെളിവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ തെളിവോട് കൂടിയിട്ടാണ് കോടതിയിൽ പോയി ഹാജരാകണമെന്ന് പറയണം. എന്തോ ഒരു ക്രൂരത. ഈ ശുചീകരണ തൊഴിലാളിയും കുടുംബവും അയാളുടെ ഒരു സഹോദരിയെ ഇങ്ങനെ നഷ്ടപ്പെട്ടതിന് ശേഷം ഇയാളെയും ഇല്ലാതെയാക്കും ഇത് എതിർത്ത എന്നുള്ളത് കാരണം കൊണ്ട് അവിടുന്ന് മഹാരാഷ്ട്രയിലേക്ക് കുടുംബസമേതം ഒളിച്ചോടിയെന്ന് പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇടയ്ക്ക് നാട്ടിൽ വന്ന് പ്രവർത്തിച്ചാണ് ഇപ്പോൾ ഇത് വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യന് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണമെന്നാണ് പറയുന്നത്. കാരണം കൊല്ലും. കാരണം ഒരു ഡോക്ടറെ പോലും ആത്മഹത്യ ആണെന്ന് റിപ്പോർട്ട് കൊടുക്കാത്ത ബലാത്സംഗ കേസിൽ മരിച്ചു പോയതാണെന്നുള്ളതിന് റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറെ അവർ കൊന്നുകളയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്വാധീനമുണ്ടാകണം എന്നൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളെയൊക്കെ നാട്ടിൽ ഒരു ഊമക്കത്ത് വന്നാൽ പോലും നമ്മളെ പോലീസുകാരെ കുറ്റം പറയും. പക്ഷെ നമ്മളെ പോലീസുകാർക്കുള്ള ജോലിയുടെ അത്ര ജോലി വേറെ ഒരു നാട്ടിലുള്ള പോലീസുകാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഒരു ഭാഗത്ത് സമരം, ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തിൻ്റെ, ഒരു ഭാഗത്ത് ഭരണപക്ഷത്തിൻ്റെ, ഒരു ഭാഗത്ത് അടി, ഒരു ഭാഗത്ത് കൊലപാതകം, ഒരു ഭാഗത്ത് മറ്റേ മയക്കുമരുന്ന്, ഒരു ഭാഗത്ത് കള്ളക്കടത്ത്, ഒരു ഭാഗത്ത് സ്വർണ്ണക്കടത്ത്, എന്തെല്ലാം ജോലികളാണ് അവർക്ക്. എന്നിട്ടും ഒരു ഊമക്കത്ത് വരികയോ ഒരാൾ പോയി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പോയി മറ്റേ ഒരു കൊലപാതകം ചെയ്തത് മനസാക്ഷി കുത്തുകൊണ്ട് പോയി പറഞ്ഞപ്പോൾ അപ്പം തന്നെ കേസെടുക്കുകയും രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഒരു ഊമക്കത്ത് വന്നാൽ പോലും നമ്മളെ നാട്ടിൽ അന്വേഷിക്കുന്നു. അതെവിടുന്ന് വന്നു, എവിടെയാണതിൻ്റെ സ്രോതസ്, എങ്ങനെ വന്നു, ആരയച്ചു? പക്ഷേ ഇത്രയും കൊലപാതകങ്ങൾ ഉണ്ടായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പെറ്റീഷൻ കൊടുക്കാനോ ഒരു പരാതി കൊടുക്കാനോ അവിടെ രാഷ്ട്രീയക്കാരുമില്ല, ഭരണകക്ഷിയുമില്ല, പ്രതിപക്ഷവുമില്ല, മെമ്പറുമില്ല. അവിടുത്തെ മെമ്പർമാരും പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആൾ ഈ വാർത്ത എടുക്കാൻ പോയ ആൾ അവിടെ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചെന്ന് അമ്പലത്തിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നത് കാരണം ഇവിടെ മൃതദേഹങ്ങൾ കൂടുതലായെന്നൊരു വിചിത്രമായ മറുപടി പ്രസ് മീറ്റ് വിളിച്ചിട്ട് അവർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. അമ്പലത്തിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നത് കാരണം കൊണ്ട് ഇവിടെ മൃതദേഹങ്ങൾ കൂടുതലുണ്ടായി. അപ്പോൾ അമ്പലത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോയി തള്ളുകയാണോ ജനങ്ങൾ? അവിടുത്തെ ജനങ്ങൾ, തെക്കൻ കന്നഡയിലുള്ള ജനങ്ങളൊക്കെ മരിക്കുന്ന മൃതദേഹങ്ങൾ മൊത്തം ഈ അമ്പലത്തിൽ കൊണ്ടുപോയി തള്ളുകയാണോ? ഇത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനത്തെ ഒരു ക്രൂരത നടക്കുന്നുണ്ടെങ്കിൽ അത് തടയിടുക തന്നെ വേണം. അത് എവിടെയാണെങ്കിലും, അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. എന്ത് ക്രൂരതയാണത്! എത്രയോ പെൺകുട്ടികൾ പഠിച്ച് നല്ല നിലയിൽ ജീവിച്ച് ജോലിക്കാരാവേണ്ട പെൺകുട്ടികളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് എതിർത്ത് അവരെ കൊന്നുകളഞ്ഞിട്ട് അത് സ്വാഭാവിക മരണം അല്ലെങ്കിൽ മിസ്സിങ് അല്ലെങ്കിൽ വേറെ വല്ലതും. എന്താണത്? വെള്ളരിക്കപ്പെട്ടണോ? അപ്പോൾ ഇന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയും സ്വാതന്ത്ര്യമുള്ള കേരളത്തിൽ തന്നെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഇങ്ങനത്തെ ഒരു നാടോ ആലോചിക്കാൻ പോലും വയ്യ, ഞെട്ടിപ്പോണു നമ്മളൊക്കെ. ഏതായാലും 13 മിനിറ്റുള്ള വീഡിയോ ആയി. ക്ഷമിക്കണം ഇത്ര നീളം വന്നതിന്. കാരണം ഒരുപാട് ഇതുണ്ട്, ഇനി ഒരുപാട് പറയാനുണ്ട് അതിൽ. പക്ഷേ എന്നാലും എൻ്റെ വീഡിയോസുകൾ കാണുന്നവർക്ക് ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം ചില ആൾക്കാരൊന്നും ഈ നമ്മളെ യൂട്യൂബിലുള്ള വീഡിയോസുകൾ കാണാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരെ കാരണം അവരൊന്നും ഈ വാർത്തകൾ അധികം കാണാൻ ഇടയുണ്ടാവില്ല. കുട്ടികളൊക്കെ കാണും, പക്ഷേ വലിയ ആൾക്കാർ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ ഞാൻ എപ്പോഴും വാർത്ത കാണും. അതുകൊണ്ടാണ് ഈ വിവരം ഞാൻ അറിഞ്ഞതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ വാർത്ത കണ്ട് അതെന്നെ ഞാൻ വെച്ച് കാണുകയായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഇന്ന് നേരം വെളുത്ത് ഇതുവരെ. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആ ഉദ്യോഗസ്ഥനെ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ അരുൺ സാർ എന്നുള്ള സാറിനെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ നടന്ന പ്രശ്നങ്ങൾ ഇപ്പോഴെങ്കിലും പുറംലോകം അറിഞ്ഞല്ലോ. ഇനി അത് കേരളത്തിലുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്തോളും. അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അവിടെ എങ്ങനെയെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവരും. ഇവരെല്ലാം ശിക്ഷിക്കും വേണം. അപ്പോൾ
ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ആയുസ്സോടെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, കാലങ്ങൾ മാറുകയാണ്.